പക്ഷെ അതൊക്കെ ചെറുതായിട്ടേ ഉള്ളൂ ചേച്ചി. പക്ഷെ അതിൽ കൂടുതലും ഉണ്ടല്ലോ ആർട്ടിസ്റ്റുകൾക്ക് ചേച്ചിയുടെ ചിരി കൊടുക്കുന്ന ഊർജ്ജമാണ് ഞാനൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളിൽ കൊള്ളുന്നത്. എന്നാൽ ചേച്ചി ചിരിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സമാധാനം, ഓ ഓക്കെ രക്ഷപ്പെടും എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. നമുക്ക് എല്ലാവരും രക്ഷപ്പെട്ട് കാണാനാണ്. ചെറിയൊരു കാര്യം മതി ഞാൻ ചിരിക്കും. പക്ഷെ അതാണ് നല്ലത് ചേച്ചി. കരച്ചില് ഞാൻ പിന്നെയും കൺട്രോൾ ചെയ്യും, ചിരി കൺട്രോൾ ചെയ്യും. അത് പലപ്പോഴും എനിക്ക് എൻ്റെ അതേ വൈബിലുള്ള കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് എനിക്ക്. അവരും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ അട്ടഹാസം. ഞങ്ങൾ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അവിടെ ചോദിക്കുന്നത് റൂമുണ്ടോന്നാ. കാരണം ഞങ്ങൾ കൂടിയ ചിരിയാ. അപ്പം റൂമുണ്ടെങ്കിൽ അറിയില്ലല്ലോ, ഞങ്ങൾ ചോദിക്കും. അങ്ങനെ റൂമുള്ള ഹോട്ടലിൽ നോക്കി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാ. ചേച്ചി വന്ന് സംസാരിച്ചിരിക്കാം, നമുക്ക് ഇച്ചിരി നേരം ഇരുന്ന് സംസാരിക്കാം. ചേച്ചി അത് കുടിക്കും. ഞാനേ ചൂടാ. ചേച്ചി മുടിയൊക്കെ സെറ്റ് ചെയ്യാതെ ഭയങ്കര കൂളായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അല്ല, ഇതെന്താ സംഭവം, ഇന്നലെ എനിക്ക് ഷൂട്ടിന് ഞാൻ സെറ്റ് ചെയ്തതാ. അപ്പോ ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് പോകുന്നല്ലോ, രാത്രി ഞാൻ വാഷ് ചെയ്യില്ല, അതിരാവിലെ ഞാൻ തല വാഷ് ചെയ്യില്ല. ഒരു വെയിൽ ഉദിച്ചിട്ട് ഞാൻ വാഷ് ചെയ്യാറുള്ളൂ ആക്ച്വലി. പക്ഷെ വാഷ് ചെയ്തിട്ടുണ്ട്, ഇല്ലാന്നല്ല. ബിക്കോസ് എനിക്ക് ഈ നീരുവീഴ്ച എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, സൈനസ് ഉണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് ഞാൻ ആയുർവേദം ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് 5 മണിക്ക് ശേഷവും 8 മണിക്ക് മുൻപും തല വാഷ് ചെയ്യരുത് തണുത്ത്. പക്ഷെ എനിക്ക് സഹി ഇട്ടിട്ട് ചിലപ്പോൾ വാഷ് ചെയ്യാറുണ്ട്, പക്ഷെ ഇന്നലെ ഞാൻ ചെയ്തില്ല. അതാണ് ചുരുണ്ടിരിക്കുന്നത്. ഇതിപ്പോ 3 ആഴ്ചയായല്ലേ വാഷ് ചെയ്യാതായിട്ട്. നിങ്ങളുടെ വിളി കേട്ട് ഞാൻ വന്ന എനിക്ക് ഇന്റർവ്യൂ ആണെന്ന് ചേച്ചി പറഞ്ഞില്ലേ, അപ്പൊ ചളി പറയണ്ടേ? എനിക്ക് അവിടെയും ചളി ഇവിടെയും ചളി, നസീർക്ക വിഷു എല്ലാരും ചളി, ഇവിടെയും ചളി. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഇപ്പൊ വിഷു ഉണ്ടായിരുന്നു പറഞ്ഞെ നിങ്ങളുടെ തലയിലും ചളി എന്ന് പറഞ്ഞേ. പക്ഷെ അത് നിങ്ങൾ പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചത് പറയുന്നു, പക്ഷെ പറഞ്ഞില്ല. അത്രയും എക്സ്ട്രീം ലെവലിൽ പോകാൻ പറ്റില്ല. ചേച്ചിയുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് വന്നിട്ടുള്ള ഒരു വലിയൊരു ലൈഫാണ്. ഇതിൽ ഏത് പേജ് വേണോ ചേച്ചിക്ക് പറയുന്നു. ഞാൻ അവസാനം കണ്ട സിനിമകളൊക്കെ എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. പക്ഷെ 3 സിനിമ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് റിലീസായ 3 സിനിമ, ഗിർ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു അന്വേഷണത്തിന്റെ തുടക്കം മിസ് ചെയ്തു. പിന്നെ സ്വർഗം 3 പടം മിസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ കണ്ടത്. വിവേകാനന്ദൻ വൈറലാണ്, മറ്റേ ടീച്ചർ കണ്ടു, മലയാളി ഫ്രം ഇന്ത്യ കണ്ടു, അതെല്ലാം കണ്ടു. അല്ല, ഞാന് സാബു എപ്പോഴും പറയും, സാബു വെറുതെ ഇരുന്ന് പറയുന്നത് ഒരുപാട് വരുന്നുണ്ട്. നമ്മുടെ മനസ്സല്ലേ നമുക്കെല്ലാം. അപ്പൊ ചിലപ്പോ എനിക്ക് ഇങ്ങനെ തോന്നും ഇത് വേണ്ട എന്ന്. ചിലപ്പോ ചില ആൾക്കാരുടെ വെറുതെയാന്ന് പറയും. പക്ഷെ എനിക്കെന്തോ ഈ നെഗറ്റിവിറ്റി ഇല്ലേ, അതെനിക്ക് പെട്ടെന്ന് കിട്ടും. ഒരാളുടെ സംസാരത്തിൽ, പെരുമാറ്റത്തിൽ. അവര് എൻ്റെ അടുത്ത് പെരുമാറണമെന്നില്ല, മൂന്നാമത് അവിടെ നിൽക്കുന്ന ഒരാളോട് പെരുമാറുന്ന കണ്ടാൽ പോലും ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാനത് കുറേ നാള് കഴിഞ്ഞ് ഒരു വർക്കിന് വന്നാൽ പോലും ഞാനിങ്ങനെ ആലോചിച്ചു വേണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ച് ഒക്കെയാണ് ഞാൻ മറുപടി. അത് എനിക്കിതുവരെ തെറ്റിയിട്ടില്ല. എനിക്ക് ഒരു വർക്ക് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ വർക്കിന്റെ കാര്യത്തിൽ ഞാൻ അത് വേണ്ട എന്ന് വെച്ച വർക്കുകളൊന്നും അങ്ങനെ, എന്നാൽ വേണമെന്ന് വെച്ച ചില വർക്കുകളും മോശമായിട്ടുണ്ട്, അത് ഇല്ലാന്ന് പറയുന്നില്ല. അത് ചില ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ, ചില ബന്ധങ്ങളുടെ പേരിലൊക്കെ പോയി ചെയ്ത വർക്കുകൾ നമുക്ക് സിനിമയാണെങ്കിലും നമ്മുടെ ലൈഫാണെങ്കിലും നമ്മുടെ കയ്യിലല്ല. ചിലത് വിജയിക്കും, ചിലത് മോശമാകും, അല്ലെ? അപ്പോ അതത്രേ ഉള്ളൂ. ലൈഫ് ഈ പറഞ്ഞ സംഭവം തന്നെ അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. അപ്പൊ അതുകൊണ്ട് സിനിമ ആയാലും ലൈഫ് ആണെങ്കിലും എല്ലാം. സാബു എപ്പോഴും പറയും, ഈ പെണ്ണുപിള്ള തോന്നുന്ന സമയത്ത് തോന്നുന്നവർക്ക് തോന്നുന്ന പൈസക്ക് പോയി ചെയ്യുന്ന ആളാണെന്ന് പറയും. അത് സത്യമാണ്. അത് തോന്നുന്ന പൈസക്കല്ല കേട്ടോ, പൈസ ഞാൻ ചോദിച്ചു പിടിക്കാറുണ്ട്. സൂപ്പർ സ്റ്റാറിന്റെ ഒരു സിനിമ എന്നെ വിളിച്ചു. എന്നെ വിളിച്ച സമയത്ത് പൈസ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ പൈസയുടെ കാര്യത്തിൽ ഇതായി ഭയങ്കര. ഓക്കെ, കളയണ്ട, നമ്മുടെ ഭാഷയല്ല അന്യഭാഷയാണ്, കളയണ്ട, ചെയ്യാം, നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ, ചെയ്യാം. 5 ദിവസം 6 ദിവസം കൊണ്ട് ചോദിച്ചോളൂ, ചെയ്യാം വിചാരിച്ചു. പക്ഷെ അന്യഭാഷ ചിത്രങ്ങൾക്കൊക്കെ 5 ദിവസം ചോദിച്ചാലും ചിലപ്പോൾ 15 ദിവസം പോവും. അതാണ് ഒരു സംഭവം. എങ്കിലും ഞാൻ വിചാരിച്ചു പോട്ടെ, ചെയ്യാം, നമ്മുടെ ഡേറ്റ്, ഇവിടുത്തെ ഡേറ്റ് മാത്രം നോക്കിയാൽ മതി. കഥ ഐ മീൻ എൻ്റെ ക്യാരക്ടർ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. ക്യാരക്ടർ പറയാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് റിവീൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു മെയിൻ ആളുടെ ക്യാരക്ടർ അല്ല ഞാൻ ചോദിച്ചത്, ഈ സിനിമയിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ എന്താണെന്നാണ് ചോദിച്ചത്. ഇല്ല, അത് റിവീൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവരുടെ ഭാഷയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്താ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, അത് എല്ലാവരുടെ അങ്ങനെയാണ്. അതെന്ത് കഥയാണ്, അതെനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് അദ്ദേഹത്തിന്, എനിക്ക് സിനിമയുടെ കഥയെ കേൾക്കണ്ട, എൻ്റെ സിനിമ ഐ മീൻ എൻ്റെ ക്യാരക്ടർ എന്ത്
ടൈപ്പ് ഓഫ് കാസ്റ്റ് ആണെന്ന് എനിക്ക് അറിയണ്ടേ, അത് പറയാൻ താല്പര്യമില്ല അവർക്ക്. ഞാൻ പറഞ്ഞു എന്നാ വേണ്ട, ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ പൈസക്ക് ഞാൻ എപ്പോഴും പിടിച്ചില്ല. എൻ്റെ ക്യാരക്ടർ പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു ആളുടെ, അത് ഏത് ആളുടെ സൂപ്പർ സ്റ്റാറിൻ്റെ ആണെന്ന് പറഞ്ഞാലും എൻ്റെ പേഴ്സണൽ ഇത് വെച്ചിട്ട് ഞാൻ അഹങ്കാരം പറയുന്നത് ഒന്നുമല്ല, അത് എൻ്റെ അവകാശമാണ്. ഒരു സിനിമയിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ എന്താണെന്ന് എനിക്കറിയണം. അതെന്താന്ന് വെച്ചാൽ എനിക്ക് ഒരു പക്ഷേ ആ ക്യാരക്ടറിനെ കുറിച്ചുകൂടെ മനസ്സിലാക്കാനോ അതിനെക്കുറിച്ച് ഒന്നുകൂടെ പഠിക്കാനോ ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മുടെ ആൾക്കാരും, നമ്മുടെ മലയാളി ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ അതിന് വന്ന് സംസാരിച്ചവരാരും എൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറിയിട്ടില്ല. ഇതൊരു അന്യഭാഷയിൽ നിന്ന് വന്നതാണ്. ഇപ്പോൾ വരുന്ന മലയാളി നമ്മുടെ ആൾക്കാരെല്ലാം ചേച്ചി ഞാൻ എന്നാ വന്ന് കഥ പറയണ്ടേന്നേ ചോദിച്ചിട്ടുള്ളൂ. ഇപ്പൊ ടീച്ചറിൽ ചെയ്യുന്ന സമയത്ത് കല്യാണി ക്യാരക്ടർ, അതിനകത്ത് ചേച്ചിക്ക് തോർത്ത് വേണമെന്ന് ചേച്ചി തോർത്ത് വാങ്ങിച്ചെന്ന് പറഞ്ഞു. അതേപോലെ തോർത്ത് വാങ്ങിക്കുമെന്ന് വിചാരിച്ചായിരിക്കും അവര് പറയാത്തത്. അല്ലല്ല, ഞാൻ ആ സിനിമ പോയി കാണുകയും കുഴപ്പമില്ലാത്ത ക്യാരക്ടറായിരുന്നു. അല്ല, അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. അത് മേ ബി കട്ട് ചെയ്ത് പോയതായിരിക്കും. നമുക്കറിയാലോ, നമ്മുടെ സൂപ്പർ സ്റ്റാറുകളുടെ കാര്യമല്ല പറയുന്നത്. പാൻ ഇന്ത്യൻ ലെവലിൽ ഉള്ള അന്യഭാഷയിലുള്ള സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകളിൽ മിക്കവാറും സൈഡായിട്ട് പോകുന്നവരുടെയൊക്കെ കട്ട് ചെയ്ത് പോകാൻ ചാൻസ് ഉള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ പോയതാവാം, എനിക്കറിയില്ല. നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, ബിക്കോസ് എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഇത്ര ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറയുന്നില്ല, എനിക്കറിയില്ല. അതില്ല, നമുക്ക് നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ചില സമയത്ത് ലൈഫ് എന്ന് എഴുതിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ ആയിരിക്കും ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവെക്കുക. ചിലപ്പോൾ നമ്മൾ ലൈഫ് എന്ന് പലതരത്തിലുള്ള നിർവചനങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ലൈഫ് എന്ന് പറഞ്ഞ ഒരു കാമുകിയുടെ മണമായിരിക്കും ചിലപ്പോൾ നമുക്ക് ഉണ്ടാവുക. അതേപോലെ ലൈഫ് എന്ന് ചേച്ചിയുടെ മനസ്സിലേക്ക് വരുമ്പോൾ ആക്ച്വലി ലൈഫ് എന്ന് പറയുന്നത് ഇപ്പൊ ചേച്ചി എന്റർടൈൻ ചെയ്യുന്ന ഒരു വഴി ഉണ്ടാവും. നമുക്കിപ്പോൾ ഒരു ഷോപ്പിംഗ് ആയിരിക്കും ചിലപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. ചേച്ചിയുടെ ലൈഫിനെ കുറിച്ച് പറഞ്ഞാൽ, ചേച്ചിക്ക് ലൈഫ് എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുമ്പോൾ എന്താ മനസ്സിൽ വരിക? ലൈഫ് എന്ന ഇത് മനസ്സിൽ വരുമ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് മനസ്സമാധാനം. അത് വേണം, എന്തൊക്കെ ഉണ്ടെങ്കിലും മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റണം. അതാണ് ലൈഫിൽ എനിക്ക് ആദ്യം വരുന്നത്. പിന്നെ ഒരു ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ കുറച്ചധികം ആൾക്കാരുണ്ട്. പക്ഷെ വെരി ഫസ്റ്റ് വരുന്നത് എൻ്റെ അമ്മയും മോളുമായിരിക്കും. എൻ്റെ മകൾ, എൻ്റെ അമ്മ, അവരാണ് എനിക്ക് എല്ലാം. എൻ്റെ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഏറ്റവും വലിയ വെൽ വിഷേഴ്സ്, മോട്ടിവേറ്റ് ചെയ്യുന്നവർ ഒക്കെ അവരാണ്. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ സിസ്റ്ററിനെ പോലെ കരുതുന്ന ഒരു കുട്ടിയുണ്ട്. അങ്ങനെ കുറച്ചധികം ആൾക്കാർ, എന്നാലും വിരലിലെണ്ണാവുന്നവരേ ഉള്ളൂ. കുറച്ചധികം ഉണ്ടെങ്കിലും വിരലിലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. ഒരു 10-20, അതിനപ്പുറത്തേക്ക് എനിക്ക് ആൾക്കാരില്ല.